ഇത് ജാനകി എന്ന ജാനിക്കുട്ടിയുടെ കഥ. ആയിരത്തി 1995 കാലഘട്ടം മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത്. മൊബൈൽ ഫോണുകളോ ആധുനിക വാഹനങ്ങളോ ഇല്ലാത്ത കാലം. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കേവലം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ജാനകിയുടെ തുടർന്നുള്ള 25 വർഷത്തെ ജീവിത കഥയാണിത്. പഴയ കാലം ദൃശ്യവൽക്കരിക്കുമ്പോൾ വന്നുപോയേക്കാവുന്ന തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളുടെ ജാനിക്കുട്ടിയെ വാത്സല്യപൂർവ്വം സ്വീകരിക്കണമെന്ന അപേക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ആലപ്പുഴയിൽ നിന്ന് ഇത്ര ദൂരം കാറോടിച്ചു വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാവുന്ന എന്റെ സംശയം. വിജയനൊരു ശുഭാപ്തി വിശ്വാസം ഇല്ല, അതാ പ്രശ്നം. നിനക്കിഷ്ടം പോലെ ഉണ്ടല്ലോ ശുഭാപ്തി വിശ്വാസം. എവിടെയെല്ലാം പോയി, എന്തെല്ലാം വഴിപാടുകൾ കഴിച്ചു, എത്രയെത്ര ഡോക്ടർമാരെയും വൈദ്യന്മാരെയും കണ്ടു, എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, വല്ല ഗുണമുണ്ടായോടി? ഇതങ്ങനെയൊന്നും അല്ല. പേര് കേട്ട സിദ്ധവൈദ്യന. അയാള് ചികിത്സിച്ച ഫലം കൃത്യമാണെന്ന അമ്മ പറഞ്ഞ. നിന്റെ അമ്മയല്ലേ? ഒരുപാട് പേർക്ക് ഫലസിദ്ധി കിട്ടിയിട്ടുണ്ട് വിജയേട്ടാ. എടി, ഇങ്ങനെ ചുമ്മാ പറഞ്ഞാ പോരാ, അനുഭവ സാക്ഷ്യം വേണം. അതാരും തന്നിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരു ദിവസത്തെ ലീവ് വേണ്ടി വന്നു എന്നല്ലേ ഉള്ളൂ. അതങ്ങ് പോട്ടേന്ന് വെക്കാം. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയല്ലേ. അതിനിത്തിരി ത്യാഗമൊക്കെ സഹിക്കണം. ഇനി ഇവിടെ വരേണ്ടി വന്നെങ്കിലോ? എന്റെ വിജയേട്ടാ, ഇത് സിദ്ധവൈദ്യ. ഒറ്റമൂലി, ഒറ്റ തവണത്തെ മരുന്നുകൊണ്ട് കാര്യം കഴിയും. നിന്റെ വിശ്വാസമല്ലേ, നോക്കാം. ഇത് ശരിയാവും വിജയേട്ടാ. എന്റെ മനസ്സ് പറയുന്നു എല്ലാം നടക്കുമെന്ന്. കഴിഞ്ഞ 8 വർഷമായിട്ട് നിന്റെ മനസ്സ് പറയുന്നുണ്ടല്ലോ നടക്കുമെന്ന്. എന്നിട്ട് ഇതുവരെ വിജയേട്ടാ പ്ലീസ്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. സിദ്ധനെങ്കിൽ സിദ്ധ. എവിടെന്നാ? കുടയത്തൂര്, മുട്ടത്തിനടുത്താ. അതെവിടെയാ? ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയോ? ഇല്ല, ഞാനങ്ങ് ചാലക്കുടിന്നാ. മോളെ, റോഡിലേക്കൊന്നും പോയേക്കില്ലേ? മോളാണോ? മോളെ, മോളെ, എന്തെങ്കിലും പറ്റിയോടാ? മോളെ, കാർ ഓടിക്കുമ്പോ സൂക്ഷിച്ചോടിക്കണ്ടേ? മോക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സാരമില്ല മോളെ, സാരമില്ല. എന്താ മോളെ? ബലൂണ്. ഗോവിന്ദൻകുട്ടി, വിജയൻ? എന്നെ മനസ്സിലായോ? ആ, എനിക്കറിയാം. പുത്തമ്പുരക്കിലെ വിജയരാഘവൻ, വില്ലേജിൽ ജോലിയുള്ള. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ?
മോളല്ലേ? ആ അതെ. ഓ, ഞാൻ വരണ്ടുപോയി. മുട്ടിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും മോളു. അല്ല, വിജയനെന്താ ഇവിടെ? ഇവിടെ ഒരു സിദ്ധവൈദ്യനുണ്ടെന്ന് കേട്ടു. അത് തിരക്കി വന്നതാ. ആ, ആ, എന്റെ വൈഫിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. രത്നമ്മ, സ്കൂൾ ടീച്ചറാ. ആ, എടേ, നിനക്ക് ഗോവിന്ദൻകുട്ടി അറിയില്ലല്ലോ? ആ, അച്ഛമ്മയുടെ ആംഗ്ലയുടെ മകളുടെ മകനാ. ഓ ഇവിടെയൊന്നും അല്ല, കൊട്ടാരക്കരക്കാരനാ. സ്ഥലപ്പേരെന്തറ? ആ, ഓടനാവട്ടം. ആ, അത് തന്നെ. പിന്നെ ഇവന്റെ കല്യാണം ഭയങ്കര വിപ്ലവമായിരുന്നു. കഥയൊക്കെ ഉണ്ട്, പറയാം. ഞാൻ ഈ കാറൊന്ന് ഒതുക്കിയിട്ടാ. അങ്ങോട്ട് കയറിയിരിക്കാം. ഗോവിന്ദൻകുട്ടി സിദ്ധനെ കാണാൻ വന്നാണോ? ആ, അമ്മയ്ക്ക് കടുത്ത ആസ്മയാ. ചിലപ്പോ വല്ലാതെ അങ്ങ് കൂടും. നോക്കിയിരുന്ന നമുക്ക് കൂടെ ശ്വാസം മുട്ടും. ഇരിക്കെ. ആ, നീരിക്ക്. ഗോവിന്ദൻകുട്ടി, ഇവിടുത്തെ വൈദ്യുതി കേമനാണല്ലേ? ആ, അങ്ങനെ കേൾക്കുന്നു. ഞാനും ആദ്യമായിട്ടാ ഇവിടെ. ആ, എവിടെയാ ഗോവിന്ദൻകുട്ടി താമസം? കുടയത്തൂരെന്ന സ്ഥലത്തിന്റെ പേര്. മുട്ടത്തിനടുത്താ. ആ, അല്ല, ആർക്കാ അസുഖം? പിന്നെ പറയാം. രത്നമ്മയ്ക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. മോക്കും അങ്ങനെയാ. അമ്മമാരെന്ന് വെച്ചാ വാ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് കയറിക്കോട്ടെ. ആ, മോളെ ഇങ്ങ് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. പോയിട്ട് വന്നോളൂ. അതാ നല്ലത് ഗോവിന്ദൻകുട്ടി. എങ്ങ് വാ ചക്കരക്കുട്ടി, വാ. മോള് ആന്റിയുടെ കൂടെ ഇരുന്നോ? അച്ഛൻ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ വരാം. ഡോക്ടർ മോളെ കണ്ട ചിലപ്പോ സൂചി വെച്ചാലോ? വേണ്ടാട്ടോ, മോൾ ഇവിടെ ഇരുന്നോ. ആ, അത് ശരിയാ. മോൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് അച്ഛൻ മിണ്ടത്തില്ല ഡോക്ടറോട്. പോരെ? ആ, വാ. അച്ഛൻ ഇപ്പൊ വരാട്ടോ. അയ്യടാ. മോളുടെ പേരെന്താ? മാളൂട്ടി. എന്തോ കേട്ടില്ല. മാളൂട്ടി. ആഹാ, നല്ല ചുണ്ടൊരു പേരാണല്ലോ. ഏ? അതെ, ഈ ഗോവിന്ദൻകുട്ടിയെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളല്ല, നീ.
ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നോ? ഏയ്, അങ്ങനെ ഒരു കണക്ഷൻ ഒന്നുമില്ല. അച്ഛമ്മയുടെ ആങ്ങളുടെ മകളുടെ മകൻ എന്ന് പറയുമ്പോ ബന്ധം അത്രയ്ക്കല്ലേ ഉള്ളൂ. ആ, അത് ശരിയാ. പിന്നെ ഈ ഗോവിന്ദൻകുട്ടി ഓടണ വട്ടത്തൊരു പോസ്റ്റ് വാനായിരുന്നു. അവിടുത്തെ ഒരു കൊടി കെട്ടിയ വീട്ടിലെ പെൺകുട്ടിയെ കയറി അങ്ങ് പ്രേമിച്ചു. ആഹാ. ആ, അവസാനം അവൻ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ട് പോന്നു. പാർട്ടിക്കാരെ കല്യാണം നടത്തി കൊടുത്തത്. ഭയങ്കര വിപ്ലവമല്ലായിരുന്നോ? കണ്ടാ തോന്നൂലാട്ടോ, ഒരു പാവത്താനെ പോലെ. ആണുങ്ങളെല്ലാം പാവങ്ങളാടി, അല്ലേ മോളെ? മോളൂട്ടി. മോള് വാ. ഇനിയിപ്പോ നിങ്ങൾ കയറിക്കോ. ആ, ഗോവിന്ദൻകുട്ടി പോവല്ലേ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ മുട്ടം വഴിക്കാൻ മടക്കാം. ആ, വാ. കാണിച്ച് ആ, അച്ഛ കാണിച്ചതാ. ഇത് അച്ചമ്മയ്ക്കുള്ള മരുന്നാ, മോക്കല്ല. നമുക്ക് പോവാ അച്ഛാ. നമുക്ക് ദൂണ്ടേ ആ കാറ് കയറി പോവാം. ഉം. ആഹാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നാ പറഞ്ഞത്? 8 വർഷത്തോളായി. ഓളം വേണ്ട, കൃത്യമായിട്ട് പറയുക. 1987 ഒക്ടോബറിലായിരുന്നു. ഇത് 95 മാർച്ച്. 7 വർഷവും 5 മാസവും ആയി. കുറെ ചികിത്സ ചെയ്തു അല്ലേ? ഉവ്. അലോപ്പതിയാണോ ആയുർവേദമാണോ? ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല വൈദ്യരെ. ഹോമിയോയും യുനാനിയും വരെ കഴിഞ്ഞതാ. വഴിപാടിന്റെ എണ്ണം എണ്ണിയാ തീരില്ല. ആ, ഇതാണ് കുഴപ്പം. നാട് മുഴുവൻ ഓടി നടന്ന് കിട്ടുന്ന മരുന്നും മന്ത്രവും എല്ലാം ചെയ്യും. ഇനി ഇതിന്റെ വിഷമൊക്കെ ഇറങ്ങിപ്പോണ്ടേ? ഇവിടുന്ന് നോക്കിയ എന്തേലും വഴിയുണ്ടാവില്ലേ? ഞങ്ങൾ ആലപ്പുഴയിൽ വരിക. ഇവിടുത്തെ ചികിത്സ പിഴക്കില്ലെന്ന് കേട്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതല്ലാതെ ഇനി ഞങ്ങൾക്ക് വേറൊരാശ്രയവും ഇല്ല. എനിക്ക് മന്ത്രസിദ്ധികളൊന്നുമില്ല. കുട്ടികളുണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിലേ പറ്റൂ. കരിങ്കല്ലിൽ ഗർഭമുണ്ടാക്കണ പോലെ പറഞ്ഞു പറഞ്ഞ് സ്ഥാപിച്ചാ പോരല്ലോ. ഡോക്ടർമാര് സാധ്യത ഉണ്ടെന്നല്ലേ പറയുന്നത്? ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൾക്കും സാധ്യതയുണ്ടെന്ന് തന്നെയാ ഡോക്ടേഴ്സ് പറയുന്നത്. ശരി, ഞാനൊരു ഒറ്റമൂലി തരാം. തേനിൽ ചാലിച്ച് കഴിക്കാനുള്ളതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന മായം കലർന്ന തേനല്ല, നല്ല ഒന്നാം തരം ചെറുതേൻ.
ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എടുക്കാറായി വിജയ. ഇവിടെ അടുത്താണോ? ആ, തൊട്ടടുത്താ. ആ, ഇത് ഇവിടെ ചേർത്ത് നടത്തിയാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വലിയ ഉപകാരം. ഇതെന്ത് മര്യാദയാ ഗോവിന്ദൻകുട്ടി? ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നില്ലേ? ഗോവിന്ദൻകുട്ടിയുടെ നാട്ടിൽ വന്നതല്ലേ, വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് പോവാന്നുള്ളൊരു ഭംഗിവാക്ക്. എന്റെ നാടോ? നന്നായി. ഞാനിവിടെ പരദേശിയാടോ. രാഖി രാമനെ നാട് വിട്ട് ഓടി വന്നതാ. എനിക്കിവിടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുമില്ലടോ. ഹ, ഞങ്ങൾക്ക് സരോജിനി അമ്മയെ ഒന്ന് കാണാലോ. എന്റെ അച്ഛന്റെ ഫസ്റ്റ് കസിൻ അല്ലേ, പല വഴിക്ക് അകന്നു പോയെന്നല്ലേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കേണ്ടി വരും. അതാണോ വലിയ കാര്യം? ഇങ്ങനെ ഒരു പഴഞ്ചൻ കാറുണ്ടെന്ന് വെച്ച് ഞങ്ങളൊക്കെ നടന്നു തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നേ. 5 മിനിറ്റ് നടപ്പേ. താൻ ഇറങ്ങി വാ. ആ. കൊള്ളാം, നല്ല സ്ഥലം. ദാണ്ട ഈ പാലം കയറി പോണം. അതെന്താ, നടക്കാം. മോളെ ഇങ്ങതാ, ഞാൻ എടുക്കാം. അയ്യോ, സാരിയൊക്കെ മുഷിയും. ഓ, കാറിലല്ലേ തിരിച്ചു പോന്നെ, സാരമില്ല. വാ മോളെ. ഓ, സൂക്ഷിച്ചു. നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കയറി വാ. അമ്മേ, അമ്മേ, ഇത് ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. വാ. ഈ വാതിലൊക്കെ തുറന്നിട്ട് അമ്മ എവിടെ പോയി? അമ്മേ, അമ്മേ, അമ്മേ. ഇതെവിടെ പോയി? മോളു, സരോജിനിയമ്മായി ഇല്ലേ ഇവിടെ? എവിടെ പോവാനാ? വല്ല വിറകെടുക്കാനോ അലക്കാനോ കുളിക്കാനോ മറ്റു പോയതായിരിക്കും. ഇതെന്റെ ഇവിടെ അടുത്ത പുഴ. ഓ, അല്ല, ഗോവിന്ദൻകുട്ടിയുടെ വൈഫ് എവിടെ? അവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഓടനാവട്ടത്ത് വിപ്ലവം സൃഷ്ടിച്ച ധീര വനിതയല്ലേ? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. അതൊരു പാവം പെൺകുട്ടിയാ. വലിയ മാളിക വീടും സ്വത്തും സൗഭാഗ്യവും ഉപേക്ഷിച്ച് സ്നേഹിച്ച പുരുഷനോട് ഇറങ്ങിപ്പോന്നൊരു തെറ്റേ അവൾ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുള്ളത് വിപ്ലവമായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് ചങ്കില തീയായിരുന്നു. ഓ, പ്രേമിച്ച പെണ്ണിനെ വിളിച്ചോണ്ട് പോന്നെന്നല്ലേ ഉള്ളൂ. അതിലെന്തോന്ന് തീയും പുകയും? നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. അവളുടെ അച്ഛൻ കൃഷ്ണമംഗലത്ത് ബാലകൃഷ്ണ പണിക്കർ. ഒരു തവണ MLA വരെ ആയ ആളാ. അദ്ദേഹത്തിന്റെ മോളെ ഞാൻ സ്നേഹിക്കുക, അവൾ എന്റെ കൂടെ ഇറങ്ങി വരിക. അവിടെ നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വിജയൻ ഊഹിക്കാമല്ലോ. തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ ഗോവിന്ദൻകുട്ടി? സ്വന്തം സമുദായമാണെങ്കിൽ വേണ്ടില്ലായിരുന്നു. അന്നേരം അതൊന്നും നോക്കിയില്ല. കൃഷ്ണമംഗലത്തേക്ക് എന്നും ഉണ്ടാവുമായിരുന്നു കത്തും മാസികളൊക്കെ. അവിടുത്തെ കുട്ടിയാ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഗേറ്റിലേക്ക് വരിക. പൂപോളുടെ പെൺകുട്ടി അശ്വതി, അതായിരുന്നു അവളുടെ പേര്. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. മനസ്സിലൊന്നുമില്ല. ഞാൻ പോസ്റ്റ്മാൻ, അവള് രാജകുമാരി. ഇങ്ങനെ വേണമെങ്കിലും പറയാം.
അശ്വതി ആകാശത്ത് വിരിഞ്ഞ നക്ഷത്രം, ഞാൻ താഴെ നിൽക്കുന്ന പുൽക്കൊടി. ഒരിക്കലും എന്നോട് ചോദിച്ചു എനിക്കെന്താ കത്തൊന്നും ഇല്ലാത്തതെന്ന്. അന്നേരത്തെ കുസൃതിക്ക് അതിനെന്താ തരാലോ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഒരു കത്തെഴുതി അഡ്രസ്സും വെച്ച് ഒരാഴ്ച കൊണ്ടു നടന്നു. കൊടുക്കാൻ ധൈര്യമില്ല, കൈവിറയ്ക്കും. തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഞാനതും കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയല്ലേ? ഒരുമിച്ച് ജീവിക്കാന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഒറ്റ ധൈര്യത്തിലായിരുന്നു എല്ലാം. എന്റെ കൂടെ ഇറങ്ങി വന്നു. പാർട്ടിക്കാർ രജിസ്റ്റർ മാരേജ് നടത്തി തന്നു. പക്ഷേ അവർക്കെന്നും വന്ന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. ഊറനാവട്ടത്ത് നിന്ന കൃഷ്ണമംഗലത്തുകാർ കൊന്നുകളയും. അങ്ങനെയാ ഉള്ളതെല്ലാം വാരിക്കുട്ടി ഈ ഓണം കയറാ മൂലയിലേക്ക് വന്നു പറ്റിയത്. ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലം, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലം. അതേ നോക്കിയുള്ളൂ. അമ്മയും ഞാനും അശ്വതിക്കുട്ടിയും 3 വർഷം ഒന്നിച്ച് ജീവിച്ചു. എന്റെ മോളുണ്ടാവണവരെ. എന്നിട്ട് അശ്വതി എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ? ആശുപത്രി കൊണ്ടുപോയതാ പ്രസവത്തിന്, തൊടുപുഴയില്. ഞാനിങ്ങനെ ലേബർ റൂമിന്റെ മുമ്പ് കൂടെ നടക്കുക. അമ്മയുണ്ട് കൂടെ. നഴ്സ് വാതിൽ തുറന്നൊരു കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആശിച്ച പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ കിട്ടിയല്ലോ. പക്ഷേ അതിന് ജന്മം കൊടുത്തവൾ അകത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നില്ല. പെറ്റമ്മയെ ഒരു നോക്ക് കാണാനുള്ള യോഗം ഉണ്ടായില്ല എന്റെ മോക്ക്. ഒന്നുമില്ലടാ കണ്ണ, ചുമ്മാ